കേരളത്തെ സംബന്ധിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനായി പണം ആവശ്യമുണ്ട്, പണം വേണം. വയനാടിന് വേണ്ടി ഒരു പാക്കേജ് തരണം, അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പണം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി. അപ്പോഴാണ് 2006 മുതൽ കേരളത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ കൂലിയായി 132 കോടി രൂപ നിങ്ങൾ ഇങ്ങോട്ട് തരൂ എന്ന് കേന്ദ്രം ഇൻഡാസ് അയക്കുന്നത്. ഇത്രമേൽ കരുണാരഹിതമായി പെരുമാറാൻ കേരളം എന്ത് തെറ്റാണ് കേന്ദ്ര സർക്കാരിനോട് ചെയ്തത്? നോക്കൂ അഭിലാഷ്, ഇന്ന് കോടതിയിലുണ്ടായ ഒരു പരാമർശം, അത് സത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ വലിയ വ്യാപ്തിയുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്, വയനാടിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് അത് കിട്ടണം, അതിനൊന്നും ഒരു സംശയമില്ല. ഇത് സംബന്ധിച്ച് കോടതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചകൾ, അതിൻ്റെ പേരുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ധാരാളമായി കേട്ടുകൊണ്ടിരുന്നതിനിടയിലാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ എയർലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി ഒരു ബില്ല് സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുന്നു, ഒരു 132 കോടിയുടെ. കോടതി ആകെ ചോദിച്ചത് അതിപ്പോൾ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് കോടതിയിൽ തന്നെ 2 ഗവൺമെൻറ്റുകളും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുണ്ട്. 11/12/24 ഒരു കൗണ്ടർ അഫിഡവിറ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്നലെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും കോടതി കൊടുക്കുന്നതിനകത്ത് കള്ളത്തരമൊന്നും ഉണ്ടാവില്ല 2 ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. 17-ാം തീയതി, അതായത് ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് പറയുന്നത്, സെറ്റിൽ ആകാനുള്ള കണക്കുകളുടെ കൂട്ടത്തിൽ 2006 മുതലുള്ള ഇതേപോലെ എയർലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് 2006 ഏതാണ്ട് 4.5 കോടിയും 2016 ഒരു 2 കോടിയും 2017 കോടിയും 2006 മുതൽ ഇങ്ങോട്ട്, അതിൽ 2018 മഹാപ്രളയത്തിൽ നാട്ടുകാരെ രക്ഷിച്ചത് ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എയർലിഫ്റ്റിംഗ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ വ്യോമസേന ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ടായ 13 കോടി അടക്കമാണ് ഈ 132 കോടി രൂപ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് അസിസ്റ്റൻസ് ചോദിക്കുമ്പോൾ സഹായം വേണം എന്ന് പറയുമ്പോൾ അവർക്ക് മതിയായ പണം അനുവദിക്കുന്നതിന് പകരം ഇങ്ങോട്ട് ബില്ല് തന്നിട്ട് നിങ്ങൾ ഇത് വിട്ടു എന്ന് പറയുന്നത് എന്ത് മര്യാദയാണെന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള പ്രാഥമികമായ വിഷയം. അഭിലാഷ, ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ് താങ്കൾ വീണ്ടും ചോദ്യം. ഞാനത് പൂർത്തീകരിച്ചാൽ താങ്കൾക്ക് ഒരു പക്ഷേ അതിനകത്ത് സംശയം ഉണ്ടാ ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയാം. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ 132 കോടി ഇപ്പോൾ നമ്മളിപ്പം സാധാരണ നിലയിൽ നമുക്കറിയാം 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ പഴയ ബില്ലുകൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? അത് ക്യാരി ഫോർവേഡ് ചെയ്യും ബില്ലുകളിൽ. ഇപ്പോൾ 2006 മുതൽ കൊടുക്കാനുള്ള തുക കാണിക്കുക എന്നുള്ളത് സാമാന്യ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്നാണ്. അതിനപ്പുറത്ത് അതിനൊരു മാനമുണ്ടോ? കാരണം 2006 മുതൽ കേരളം ഇത് കൊടുക്കാനുണ്ട് എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്, ഇത് ഗവൺമെൻറ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എയർലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിട്ടുള്ള കത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് പത്തനംതിട്ടയിലാണല്ലോ ഇരിക്കുന്നത്. പത്തനംതിട്ടയിൽ അടക്കം പ്രളയം വന്ന സമയത്ത് മനുഷ്യരെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റ് ചെയ്തതിന്റെ, ഓരോ സ്ഥലത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ രക്ഷിച്ചതിന്റെ, ഈ വയനാട്ടിലും എയർലിഫ്റ്റിംഗ് ആവശ്യം വന്നു. അവിടെ ചില മേഖലകളിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകളെ ഹെലികോപ്റ്റർ മുഖേന രക്ഷിച്ചു. അതുപോലെ തന്നെ സേനാ അംഗങ്ങളുടെ മൂവ്മെന്റ് വേണ്ടി വന്നു. അപ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ, നമ്മുടെ ജീവൻ രക്ഷിച്ചതിനുള്ള കൂലിയായിട്ടാണ് ഈ പറഞ്ഞ പൈസ ചോദിച്ചിട്ടുള്ളത്. അല്ല അഭിലാഷ്, ഇത് കേരളത്തിൽ മാത്രമുള്ളതല്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് ചില നോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാ BJP ഗവൺമെൻറ് 2014 ശേഷം കൊണ്ടുവന്നൊരു നോംസ് ഒന്നും അല്ലിത്. ഇത് നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായിട്ടുള്ള ചില നോംസാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പം എയർലിഫ്റ്റിന് വേണ്ടിയിട്ട് പൈസ ചോദിച്ചു എന്ന് പറയുന്നു. ഇതേ കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ മനസ്സിലാക്കണം, IMCT റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രത്യേക ദൗത്യ സംഘം വയനാട്ടിൽ വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഘം പോയതിന് ശേഷം നവംബർ 16 ഒരു 153.47 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സംസ്ഥാനത്തിനോട് പറഞ്ഞതെന്താ? സബ്ജക്റ്റ് ടു കണ്ടീഷനാണ്. SDRFിലെ 50% തുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തുക ഉപയോഗിക്കാം എന്നുള്ള നിലക്ക്
അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എയർലിഫ്റ്റിങ്ങിന് ആവശ്യമായ ചെലവുകൾ ഉൾപ്പെടെ മീറ്റ് ചെയ്യുന്നതിന് ഈ SDRF-ലെ ഈ ഫണ്ട് ഉപയോഗിക്കാം എന്ന് വളരെ കൃത്യമായ അനുവാദം കൊടുത്തു. അല്ല, അത് അവിടെ തന്നെയാണ് പ്രശ്നം. ഇവിടെ ഇപ്പോ കേന്ദ്രത്തിന്റെ വാദം എന്താണ്? ബന്ധപ്പെട്ട് നടന്നു വരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. കീഴ്വഴക്കം കേരളത്തിന് മാത്രമാണോ ബാധകം? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ചെയ്തത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോലും കേന്ദ്രം അനുവദിച്ച പണത്തിന്റെ അല്ലല്ല, ഞാൻ ഈ കണക്ക് പറയാം. ഇപ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക അസിസ്റ്റൻസ്, സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ NDRF-ൽ നിന്നുള്ള പണം അനുവദിക്കലാണ്. ഇവിടെ SDRF-ൽ പണം വെച്ചിട്ടുണ്ടല്ലോ എന്നാണ് കേന്ദ്രം പറയുന്നത്. SDRF-ലെ പണം നീക്കിവെക്കുന്നത് എന്താ? കേന്ദ്രത്തിന്റെ ഔദാര്യമാണോ? കേരളത്തിന് അല്ലെങ്കിൽ വയനാട്ടിന് നൽകുന്ന പ്രത്യേക സഹായമാണോ? അല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണത്. അത് നമ്മുടെ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട ഡൈവൽഷനാണ്. അതിൽ പെടുന്ന തുകയാണിത്. അതിൽ വയനാട് സ്പെസിഫിക് ആയി ഒന്നുമില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിനായി കേന്ദ്രം നീക്കിവെക്കേണ്ട തുകയാണ് ഈ SDRF-ലുള്ളത്. ആ SDRF-ൽ 700 കോടി ഉണ്ടല്ലോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അല്ലാതെ ഒരു രൂപ വയനാട്ടിനായി കിട്ടിയില്ല. ഇനി പറയട്ടെ, ഒരു രൂപ കേരളത്തിനായി അല്ലെങ്കിൽ വയനാടിനായി പ്രത്യേകമായി കിട്ടിയിട്ടില്ല. ഇത് കൃത്യമായി നിയമമനുസരിച്ച്, നിയമാനുസരണം, ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കേരളത്തിന് കൊടുക്കേണ്ട അർഹതമായ വിഹിതം മാത്രമാണ്. അതിൽ തന്നെ നോക്കൂ, ഇന്നിപ്പോ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ടിങ്കു ബിസ്വാൾ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അനുസരിച്ച് ഈ 700 കോടിയിൽ 638 കോടിയും ഇതുവരെ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത വർക്കുകളുടെ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത ബാധ്യതപ്പെട്ട തുകയാണ്. അതിൽ റോഡ് പണിക്കായി കേരളം ആകെയാണ് പ്രളയവുമായി ബന്ധപ്പെട്ട് മോശമായ റോഡുകൾ നന്നാക്കാനായി 152 കോടിക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബില്ല് സെറ്റിൽ ചെയ്യാനാണ് 700 കോടിയിലെ 152 കോടി രൂപ. 14 ജില്ലകളിലെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റികൾക്ക് അവിടെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി കൊടുക്കാനുള്ള 249 കോടി രൂപ. എയർ ലിഫ്റ്റിംഗ് ചാർജായി കേന്ദ്രം ചോദിച്ചിട്ടുള്ള 132 കോടി രൂപ. ഇതെല്ലാം കിഴിച്ചു കഴിഞ്ഞാൽ ആകെ 61 കോടി രൂപയാണ് ഈ പറഞ്ഞ SDRF-ലും ബാക്കി വരിക. ബാക്കിയെല്ലാം കമ്മിറ്റഡ് ആയിട്ടുള്ള തുകയാണ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ചെലവുകളാണ്. ഈ 61 കോടി വെച്ചിട്ട് എങ്ങനെയാണ് വയനാട്ടിൽ എന്തെങ്കിലും ചെയ്യുക സാർ? അല്ലല്ലോ, വയനാടിൻ്റെ റീബിൽഡിങ്ങിനായി, വയനാടിൻ്റെ യഥാർത്ഥ പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആ റിപ്പോർട്ട് എന്താണ് കൊടുത്തത്? PDNA റിപ്പോർട്ട് എന്നാണ് കൊടുത്തത്. ആ PDNA റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത് വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ്. എത്ര നാളായി സാർ? അതിൽ പണം അനുവദിക്കില്ല. PDNA എന്നാണ് മാൻഡേറ്ററി ആക്കിയത്. ഫണ്ട് PDNA വയനാട് ദുരന്തമുണ്ടാകുന്ന കാലത്ത് പ്രവർത്തനങ്ങൾ ദുരന്തമുണ്ടാകുന്ന ദിവസം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ രാജ്യത്ത് 31/7/2024 അതേപോലെ തന്നെ 1/10/2024 അതേപോലെ തന്നെ 16 നവംബർ 16-ാം തീയതി ഈ 3 തീയതികളിലായി ആകെ കൊടുത്തിരിക്കുന്ന തുക എന്ന് പറഞ്ഞ 450 കോടിക്കടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം മാത്രമാണ് ഈ 700 കോടി. പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പണം ഉപയോഗിക്കാമെന്നും പറയുന്നു. അത് SDRF-ലെ കേരളത്തിന്റെ വിഹിതമാണ്. ഈ കൊടുത്തു എന്ന് പറയുന്നത് കേരളത്തിന് ന്യായമായി കിട്ടേണ്ട, കേരളത്തിന് ഫിനാൻസ് കമ്മീഷൻ ശുപാർശ അനുസരിച്ച് ന്യായമായ അർഹമായ വിഹിതം എന്നുള്ള നിലയിൽ കേരളത്തിന് കിട്ടേണ്ട പണമാണ്. അല്ലാതെ 1 രൂപ പോലും അധികമായിട്ടില്ല. 1 കോടി രൂപ പോലും സ്പെഷ്യൽ അസിസ്റ്റൻസ് ആയില്ല. വയനാട് സമൂഹത്തിന് വേണ്ടി സഹകരണത്തിനുള്ള അല്ല, അത് കേരളത്തിൽ മുഴുവൻ ചെലവഴിക്കാനുള്ളതാണ്. അതിന്റെ കണക്കല്ലേ ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ 700 കോടിയിൽ 638 കോടിയും ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള, നേരത്തെ ഭരണാനുമതി കൊടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള, അതായത് ബില്ല് വരുമ്പോൾ ആ ബില്ല് മാറി കൊടുക്കേണ്ട തുകയാണ് തുക. അല്ലാതെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതായ 61 കോടി രൂപ മാത്രമേ. ഇത് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ആണ് സാർ. അഭിലാഷ്, മനസ്സിലായി. ഈ കണക്ക് എന്താ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത്? എന്തായിരുന്നു കോടതിയിൽ ആദ്യത്തെ പ്രശ്നം? സംസ്ഥാന ഗവൺമെൻറ് സമയത്ത് ഈ കണക്കുകൾ കൊടുത്തിട്ടില്ല. കേരളത്തിലെ SDRF ഫണ്ടിൽ കേന്ദ്ര ഗവൺമെന്റിനെയോ കേരളത്തിലെ ജനങ്ങളെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഓഗസ്റ്റ് മാസം 17-ാം തീയതി കണക്ക് കോടതിയിൽ പോലും കൊടുത്തു. ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് മെമ്മോറാണ്ടം കൊടുക്കുന്നത്. പുറത്തു വരുന്നത് ജൂലൈ മാസം 29-ാം തീയതിയാണ് ദുരന്തമുണ്ടാവുന്നത്. 3 ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഓഗസ്റ്റ് മാസം 17-ാം തീയതി മെമ്മോറാണ്ടം നൽകി. അത് ദുരന്ത നിവാരണ അതോറിറ്റി ആ കാര്യവുമായി ബന്ധപ്പെട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള നിവേദനം മെമ്മോറാണ്ടം ഓഗസ്റ്റ് മാസം 17-ന് നൽകി. അതിൽ കൂടുതൽ നേരത്തെ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? പിന്നെ PDNA ആണെങ്കിൽ ആ സമയത്ത് PDNA നിർബന്ധമാക്കിയിട്ടില്ല. PDNA ഈ സമീപകാലത്താണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതും കേന്ദ്ര സംഘത്തിന്റെ വിസിറ്റ് കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ PDNA കൊടുക്കണമെന്നാണ്. ആ കാലാവധി പൂർത്തീകരിച്ച് നവംബർ മാസത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് PDNA അതും കേരളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ
ഏതെങ്കിലും കാര്യം അവിടെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് തരാത്തത് എന്ന് പറയാൻ ഒരു കാര്യവുമില്ല. അതായത് മെമ്മോറാണ്ടം കൊടുത്തു ഓഗസ്റ്റ് മാസം 17-ാം തീയതി, PDN കൊടുത്തു കഴിഞ്ഞ നവംബർ മാസത്തിൽ. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങോട്ടൊന്നും തരാനില്ല എന്ന് പറയാനില്ല സാർ. അഭിലാഷ്, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ജൂലൈ 30-ാം തീയതിയാണല്ലോ ഈ വലിയ ദുരന്തം ഉണ്ടാവുന്നത്. 31-ാം തീയതിയാണ് സാർ 145 കോടി രൂപ വെരി നെക്സ്റ്റ് ഡേ കൊടുത്തിട്ടുണ്ട്. SDRF-ലേക്ക് കൊടുത്തതാണ്. ഞാൻ അതല്ലേ ആദ്യം മുതലേ പറയുന്നത്. SDRF-ൽ എന്തിനു വേണ്ടിയിട്ട് ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ ഞാനൊന്ന് ഒരവസരം എനിക്ക് അതിനുശേഷം ആഗസ്റ്റ് 1-ന് വീണ്ടും 145 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ സൂചിപ്പിച്ചത് നവംബർ 16-ന് 153.47 കോടി രൂപ കൊടുക്കുമ്പോൾ അതിൽ 50% NDRF നേരത്തെ കൊടുത്തതിന് ഉപയോഗിച്ചതിന് ശേഷം ഈ ഫണ്ട് ഉപയോഗിക്കാമെന്നും ഇത് ഈ പറയുന്ന എയർലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഫണ്ട് കേരളം എടുത്ത് കൊടുക്കാനല്ലല്ലോ പറയുന്നത്, ആണോ? കേന്ദ്രം കൊടുത്തിരിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ബുക്ക് എന്താ പറയുക, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം, ഇപ്പോൾ ശബരിമല പോലീസ്, അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ്, ഇവരുടെയൊക്കെ ബില്ലുകൾ ദേവസ്വം ബോർഡ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ടുള്ള സംവിധാനമാണ്. അല്ലാതെ കേരളത്തിൽ വന്ന് എയർലിഫ്റ്റിംഗ് നടത്തി പോയി കഴിഞ്ഞാൽ കേന്ദ്രം കൊടുക്കുന്ന പണം തന്നെയാണ് കൊടുക്കാൻ പറയുന്നത്. നമുക്കറിയാം SDR ഫണ്ടിൽ 20% കൊടുക്കുന്ന പണം എന്ന് പറയല്ലേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ അർഹമായ വിഹിതമാണ് ഈ SDRF വിഹിതം. സംസ്ഥാനങ്ങൾക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതയുണ്ട് SDRF വിഹിതത്തിൽ. അങ്ങനെ കേരളത്തിന് അർഹമായ SDRF വിഹിതത്തിന്റെ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്. അതെ, അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോ കേന്ദ്രം പറയില്ലേ 700 കോടി ഉണ്ടല്ലോ SDRF-ൽ എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക 700 കോടി ഉണ്ടല്ലോ SDRF-ൽ. ആ 700 കോടിയിൽ നിന്നാണ് ഈ 132 കോടി രൂപ പോകുന്നത്. ആ 700 കോടിയിൽ നിന്നാണ് മുമ്പ് കൊടുക്കാനുള്ള മറ്റ് പണങ്ങളൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വയനാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ചെലവഴിക്കാൻ എത്ര രൂപ കിട്ടുമെന്നുള്ളതാണല്ലോ പ്രശ്നം. അതാണ് പ്രശ്നം. അല്ല, അത് തീർച്ചയായിട്ടും വരുമല്ലോ. അത് വരാതിരിക്കേണ്ട സാഹചര്യം എന്താ ഉള്ളത്? കഴിഞ്ഞ നാളുകൾ പൈസ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ. സാർ ഇന്നലെയാണ് സാർ കൊടുക്കുന്നത്, കോടതിയിൽ പോലും ഇന്നലെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 17-ാം തീയതി കൊടുത്തു മെമ്മോറാണ്ടം പറയുന്നതും താങ്കൾ അതേപോലെ തന്നെ PDN-യുടെ നോംസ് വന്ന കാര്യം പറഞ്ഞു. സാറ് ജൂലൈ 30-ാം തീയതി ദുരിതം ഉണ്ടായതിനു ശേഷം ആഗസ്റ്റ് 14-നാണ് PDN നോംസ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതായത് 14 ദിവസം PDN-യുടെ നോംസ് വന്നു. ഇതിനിടയ്ക്ക് നമ്മളൊരു ബന്ദ് നടത്തി, ഒരു ഹർത്താൽ നടത്തി ഈ ഗവൺമെന്റ്, ഇല്ലേ? ഗവൺമെന്റ് ഒരു ഹർത്താൽ നടത്തി. ഒരു റിപ്പോർട്ട് പോലും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നതിന് മുമ്പ് ഹർത്താൽ നടത്തി. പക്ഷേ ജൂലൈ 29-ാം തീയതി രാത്രി ഉണ്ടായ ഈ ദുരന്തത്തിൽ ഓഗസ്റ്റ് 17-ാം തീയതി കേന്ദ്രത്തിന് മെമ്മോറാണ്ടം കണക്കുകൾ സഹിതം കൊടുത്തു. അതിനുശേഷമാണ് താങ്കൾ തന്നെ സമ്മതിക്കുന്നത് പോലെ ഈ PDN നോംസ് വന്നത്. 90 ദിവസത്തിനകം കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയ്ക്ക് 90 ദിവസത്തിനകമാണ് PDN കൊടുക്കേണ്ടത്. അതും ആ പറഞ്ഞ കാലയളവിൽ തന്നെ PDN കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തര സഹായത്തിന് PDN ഒന്നും വേണ്ട, മെമ്മോറാണ്ടം കൊടുത്തു, PDN കൊടുത്തു. നമ്മളിപ്പോ ഈ ഡിസംബർ മാസം പകുതി പിന്നിട്ടിട്ടില്ലേ, ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം.